സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം തന്നെ കെ നായരുടെ പ്ലാന്റ് അനുവദിച്ചത് നന്ദനും പ്രഭാവതിയും കാരണമാണെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം ഒടുവിൽ നമ്മുടെ സിദ്ധാർത്ഥൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ അറിഞ്ഞതിന് ശേഷം വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും, വഴക്ക് പറഞ്ഞാലോ തല്ലിയാലോ അത്രയ്ക്കിത്ര വിഷമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ മിണ്ടാതെ നടക്കുന്ന സിദ്ധാർത്ഥനെ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പ്രഭാവതി പല രൂപത്തിലും സിദ്ധുവിനോട് മിണ്ടാനും ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് സിദ്ധുവിനോട് മാപ്പ് പറയാനും ചെല്ലുന്നെങ്കിലും അതൊന്നും സിദ്ധു ആണെങ്കിൽ ചെവിക്കൊള്ളുന്നില്ല. ഇത്രയും പേർ കുറേ നാളായിട്ട് പാവം ദേവികയെ കുത്തി നോവിക്കുമ്പോൾ ശരിക്കും തെറ്റ് ചെയ്തവർ കണ്ട് മൗനമായിട്ട് നിന്നതേ ഉള്ളൂ. ആ പാവം പെൺകുട്ടിയെ എല്ലാവർക്കും ഇട്ടുകൊടുത്തിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പറ്റില്ലെന്നും പാവം ജനങ്ങളെ ദ്രോഹിക്കുന്ന എന്ത് പ്ലാന്റ് വന്നാലും കുഴപ്പമില്ല, സ്വന്തം മകൻ്റെ ഭാവി മാത്രം രക്ഷിച്ചാൽ മതിയെന്നുള്ള തൻ്റെ ഈ സ്വാർത്ഥമായ നിലപാട് ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്ന് സിദ്ധു ആണെങ്കിൽ തറപ്പിച്ച് പറയുന്നത് കേട്ടിട്ട് പ്രഭാവതി സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും സിദ്ധു മിണ്ടാതെ നടക്കുന്നത് കണ്ട് പ്രഭാവതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി നന്ദനാണെങ്കിൽ അമ്മയെ സമാധാനിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് ദേവികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നന്ദു പറയുന്നത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരു കാരണവശാലും നമ്മൾ കാരണമാണ് ഈ പ്ലാന്റ് അനുവദിച്ചതെന്നുള്ള സത്യം ആരോടെയും പറയില്ല എന്ന് ദേവിക പറഞ്ഞിട്ടിപ്പോൾ അവളല്ലേ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. അത് കാരണമല്ലേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരിക്കലും ദേവിമോളെ കുറ്റം പറയാൻ പറ്റില്ല. അവളുടെ സ്ഥാനത്ത് ഞാനും കാണാമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ തന്നെ എല്ലാവരുടെയും നടന്നത് എന്താണെന്ന് തുറന്നു പറഞ്ഞേനെ. പക്ഷേ ദേവിക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം. അതുപോലെ സിദ്ധുവിനും അറിയില്ല. അതുകൊണ്ടാണ് സിദ്ധു ഒക്കെ ഇത്രയും നിസ്സാരമായിട്ട് ഇനി കാണുന്നത്. ഞാൻ ചെയ്തത് ഒരു പക്ഷേ തെറ്റ് തന്നെയായിരിക്കും. ഒരുപാട് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു പ്ലാന്റ് അനുവദിക്കാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ മകൻ്റെ ഭാവി ഓർത്തിട്ട് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ ആ സമയത്ത് തോന്നിയില്ല എന്ന് പറഞ്ഞ് പ്രഭാവതി ആണെങ്കിൽ സങ്കടപ്പെടുന്നു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം നന്ദു ആണെങ്കിൽ വന്ന് നേരെ കെവിനെ വിളിക്കുന്നു. സത്യങ്ങളെല്ലാം ദേവിക അച്ഛനോട് തുറന്നു പറഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം കെവിനെ അറിയിക്കുമ്പോൾ കെവിൻ ആകെ ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് നന്ദനാണെങ്കിൽ പറയുന്നു, ഇപ്പോൾ കെ നായരുടെ പ്ലാന്റ് ഒപ്പിടാൻ കാരണക്കാർ ഞാനും അമ്മയാണെന്ന് അറിഞ്ഞിട്ട് ദേഷ്യത്തിനാണ് അച്ഛൻ ഞങ്ങളോട് ആരുടെയും ഇപ്പം മിണ്ടുന്നത് പോലുമില്ല. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം നടന്നു. കെവിൻ എന്താണ് കാര്യമെന്ന് തിരക്കുന്ന സമയത്ത് നമ്മുടെ നന്ദൻ പറയുന്നു, DYSP പറഞ്ഞത് പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മന്ത്രിസഭയിൽ കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു ഫയലാണ് ഞാനിപ്പം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇസബല്ലയും DYSPയും പറഞ്ഞത് പ്രകാരമാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. തൽക്കാലം ഞാൻ ഇതുവരെ ഇസബല്ലയെ ഏൽപ്പിച്ചിട്ടില്ല. ഇസബല്ലയ്ക്ക് ഈ നിമിഷം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് ഒളിപ്പിച്ചു വെച്ചാൽ മതിയെന്നാണ് പറഞ്ഞത്. ഇനി ഈ ഫയൽ കാണാതായതിൻ്റെ പിന്നിലും ഞാനും കാണാണെന്ന് അച്ഛനും കാണാൻ അറിഞ്ഞാലുണ്ടാവുന്ന പ്രശ്നമാണ് ഞാൻ ആലോചിക്കുന്നത്. നീ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ തെറ്റൊന്നുമല്ല നീ ചെയ്തത്. നിനക്ക് വേണ്ടിയിട്ടാണ് അമ്മയും ദേവിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെന്നറിയുമ്പം സിദ്ധാർത്ഥൻ സാറ് ക്ഷമിക്കും. ഏതൊരച്ഛനായാലും സ്വന്തം മകൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പം അല്പം വേവലാതി വരില്ലേ? അതുകൊണ്ട് നീ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുമ്പം നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നീ വിചാരിക്കുന്ന ഒരാളെ അല്ല എൻ്റെ അച്ഛൻ. സ്വന്തം വീട്ടുകാർക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്ത് തന്നെ സംഭവിച്ചാലും ജനങ്ങൾക്ക് ഒരാപത്തും താൻ കാരണം വരാൻ പാടില്ല. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കാണ് ഒരു ജനപ്രതിനിധി മുൻതൂക്കം കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിച്ച് തരില്ല. ഇനി അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ഗിരീഷേട്ടനോട് അറിയിച്ചു കഴിഞ്ഞാൽ ഗിരീഷേട്ടനും എന്തൊക്കെ പറഞ്ഞാലും എന്നോട് ദേഷ്യം വരും എന്നൊക്കെ പറയുമ്പം നിനക്ക് ഗിരീഷേട്ടനും അച്ഛനുമാണോ വലുത്, അതോ നിൻ്റെ ഭാവിക്ക് വേണ്ടി ഇത്രയും റിസ്ക് ഏറ്റെടുത്ത് ഇസബല്ലയും DYSP സാറും ഒക്കെയാണോ വലുത്? അത് നീ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ആലോചിക്കുന്നു, ഒരുപാട് ത്യാഗമാണ് ഇസബല്ല തനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിരിക്കുന്നത്. തൻ്റെ ഭാവി അല്ലെങ്കിൽ DYSP സാറിൻ്റെ ജോലി പോലും നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പോലും തനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം അവർ സഹിച്ചു. അതിനു വേണ്ടിയിട്ട് ഈ ചെയ്ത കാര്യങ്ങളിൽ ഒരു തെറ്റായിട്ട് തനിക്കിപ്പോഴും തോന്നുന്നില്ല. പക്ഷേ അച്ഛനെ ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ ഭാഗവും തെറ്റു പറയാൻ പറ്റില്ല. എന്ത് വേണമെന്ന് ആലോചിച്ച് ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന നന്ദനെ നോക്കി ദേവികയാണെങ്കിൽ വന്ന് ചോദിക്കുന്നത്, എന്താ നന്ദു ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. നന്ദു എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പം നീ ഒരിക്കലും നല്ലൊരു ഭാര്യയല്ല. നിൻ്റെ സ്ഥാനത്ത് ഇസബല്ലയായിരുന്നെങ്കിൽ എന്തു തന്നെ പ്രശ്നം വന്നിരുന്നെങ്കിലും ഭർത്താവിനെ ഒറ്റിക്കൊടുക്കില്ലായിരുന്നു. അപ്പം നന്ദു എന്താ പറയുന്നത്? എനിക്ക് പകരം ഇസബല്ല എൻ്റെ സ്ഥാനത്തേക്ക് വരണമെന്നാണോ? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നിൻ്റെ സ്വഭാവത്തെയാ കുറ്റപ്പെടുത്തി പറഞ്ഞത്, അല്ലാതെ അതിന് മറ്റൊരു അർത്ഥവും ന്യായീകരണമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ ദേവികയോട് നന്നായിട്ട് ചൂടാവുന്നു.
അത് കണ്ട് ആകെ സങ്കടപ്പെട്ട് ദേവിയാണെങ്കിൽ കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടും നന്ദൻ യാതൊരു വിഷമവും വരുന്നില്ല. മുമ്പാണെങ്കിൽ ദേവികയുടെ മുഖത്തുനിന്ന് സങ്കടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സങ്കടമാകുന്ന നന്ദന് ഇപ്പം ദേവിക കരഞ്ഞാലൊന്നും ഒരു പ്രശ്നമല്ല, ഇസബല്ലയാണ് എല്ലാത്തിനേക്കായും വലുത് എന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. എന്നാൽ ഇസബല്ലയും കെവിനും തന്നെ ചതിക്കുവാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം നന്ദൻ അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും? എന്തായാലും കെ കെ നായരുടെ പ്ലാൻ ഒപ്പിടിയിക്കാൻ കാരണം നന്ദനും അതുപോലെ പ്രഭാവതിയാണെന്നുള്ള കാര്യം ദേവിക വഴി സിദ്ധു അറിഞ്ഞ് അതുവഴി ഇനി ശാരികയും രാധികയും മാധവനും ഗിരീഷും രജനിയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഋഷിക്ക് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. ഋഷിയുടെ കൊലപാതക കുറ്റം മറച്ചു വെച്ചതിൻ്റെ പേരിൽ നന്ദനും പ്രഭാവതിയും ചെയ്തു കൊടുത്ത എല്ലാ ഉപകാരവും വെറുതെയായിരുന്നു, അവർ തങ്ങളെ പറ്റിക്കുമായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ എന്ത് വലിയ തീരുമാനമായിരിക്കും പ്രഭാവതി എടുക്കുക. അരുന്ധതിയോടും ഋഷിയോടും ഇനി ഒരിക്കലും നമ്മുടെ പ്രഭാവതിക്ക് ക്ഷമിക്കാനാകില്ല. ഇത്രയും വലിയ മാനസിക സംഘർഷമാണ് അവർ തങ്ങൾക്ക് വേണ്ടി തന്നത്. അതിനുള്ള പ്രതികാരം ചെയ്യാതെ പ്രഭാവതി അടങ്ങുമെന്ന് തോന്നില്ല. കാത്തിരിക്കാൻ എന്താകുമെന്ന്.